ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ സ്കൂൾ തുറപ്പിൻ്റെ അന്ന് പിടിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോയാണ്. കൂടെ ഒരു അടിപൊളി ഹോട്ട് കോഫിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മക്കളെയൊക്കെ റെഡിയാക്കണം. കുറേ ദിവസമായിട്ട് വീട്ടിലൊക്കെ നിന്നതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരത്തെ അവരെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അവരെ ഒന്ന് റെഡിയാക്കാനായിട്ടുള്ള ഡ്രസ്സും ക്രീമും പൗഡേഴ്സും അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോളും മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വീഡിയോയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം അവൾക്കുള്ള വള, മാല, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സെറ്റ്, സ്ലൈഡ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ വീഡിയോയും പിടിക്കാമെന്ന് കരുതി. പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചാൽ വേഗം ഒന്ന് റെഡിയാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുറേ ദിവസം വീട്ടിൽ നിന്നതുകൊണ്ട് തന്നെ രണ്ടാൾക്ക് എണീക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ മോനിക്കുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവനെ ഒന്ന് റെഡിയാക്കണം. പിന്നെ ആൺകുട്ടികളെ റെഡിയാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് എളുപ്പമല്ലേ. പെൺകുട്ടികളാണല്ലോ കുറച്ച് താമസം അവർക്ക് ഒരുങ്ങാനും എടുക്കാനൊക്കെ. അപ്പോൾ അതാണ്ട് ഇനിയത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന വോയിസ് അല്ല കേട്ടോ. കാര്യം മോള് തന്നെ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്നിട്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിക്കേ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സ്കൂളൊക്കെ തുറക്കല്ലേ, എല്ലാവരും സ്കൂളും തുറന്ന് കാണുന്നത്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഒരു പാൻറ്, ഉടുപ്പ്, ഒരു കറുത്ത പാൻറ് ഇത് ഇട്ടിട്ട് വരാം. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും അറിയില്ല കേട്ടോ. അതിൽ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അത് ഞാൻ ഉണ്ടല്ലോ അറിയാതൊക്കെ പറഞ്ഞു പോയതാണ്. നമ്മൾ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഇനി തലയൊക്കെ ഇട്ടിട്ട് വരാം. ഞാൻ എല്ലാ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി സ്കൂളിലോട്ട് പോകാൻ പോവാണ്. ടാറ്റാ. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. കാര്യം എന്നെക്കാൾ അടിപൊളിയായിട്ട് അവൾ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ സംസാരിക്കാനെടുക്കാൻ. നോർമലി ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവൾ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഒരുപാട് സംസാരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സൗണ്ടൊക്കെ ഓഫാക്കിയിട്ടാണ് വോയിസ് കൊടുക്കാറുള്ളത്. അവൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ രണ്ടാളെയും റെഡിയാക്കി ഇന്ന് ഞാൻ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിൽ 2 മാസം വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആഹ്ലാദമായിരുന്നു കേട്ടോ. മോൾക്ക് വലിയ ഇഷ്ടമായിരുന്നു പോകാനൊക്കെ. മോനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്. കാര്യം കുറച്ച് നാൾ വീട്ടിലൊക്കെ നിന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഫസ്റ്റ് ഇതാണ്ട് ഇതുപോലെ ഒരു ഫ്രെയിം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അതിൽ വെച്ച് മക്കളെ രണ്ടാളെയും നിർത്തി ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മോനെ നേരെ അവൻ ഇനി UKG അവൻ്റെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അവൻ UKG ആപ്പിൾ എന്നാണ് കേട്ടോ. ഇപ്പോൾ ഡിവിഷൻ അല്ല. ഈ വർഷം മുതൽ അവർക്ക് ഫ്രൂട്ട്സിൻ്റെ പേരും അതുപോലെ ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെയാണ്. പിന്നെ മോളെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഈ കിഡ്സ് എല്ലാവരും ഇതുപോലെ താണ്ട് നമ്മുടെ ക്യാറ്റ് ഉണ്ടാക്കിയിട്ട് അത് തൊപ്പിയായിട്ട് തലയിൽ വെച്ചിട്ടാണ്, ആ ക്യാപ്പ് വെച്ചാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ വെച്ചിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി താണ്ട് ഒരു റെസിപ്പി കാണിച്ചു തരാം. നമ്മുടെ ഒരു ഹോട്ട് കോഫിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ താണ്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഒരു ചെറിയ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ, പെപ്സിയുടെ ബോട്ടിൽ, അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഇല്ലേ അതിൻ്റെ ഒരു പാക്കറ്റ്, 2 രൂപേൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 രൂപയുടെ 2 പാക്കറ്റ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ 1 കപ്പ് കോഫിക്കാണെങ്കിൽ 1 പാക്കറ്റ് മതിയാകും. അല്ല 2-3 കപ്പ് തയ്യാറാക്കാനാണെങ്കിൽ 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരമൊക്കെ വലുതായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുപ്പിയിൽ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഒരു നോർമൽ നമ്മുടെ ചൂടിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഇതായിട്ടുള്ള ഒരു നോർമൽ ചൂടിലുള്ള വെള്ളം, ഒരു 3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ 3 ടീസ്പൂൺ മതി കേട്ടോ, കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കുപ്പീൻ്റെ അടപ്പ് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. കുറച്ച് അധികം ടൈം നമ്മളിങ്ങനെ ഷേക്ക് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ടൈം ആയപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് അധികം ടൈം, ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതാക്കുമ്പോൾ ഇതുപോലെ ആയി വരും. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നത് വരെ നിങ്ങൾ ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു നോർമലായിട്ടുള്ളൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം ഇതിൽ നിന്നും ഇപ്പോൾ ഒരു 2-3 കപ്പിനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കുക.
അപ്പോൾ അതാണ്ട് നമ്മൾ തിളപ്പിച്ച പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേ രീതിക്ക് നിങ്ങൾക്ക് കോൾഡ് കോഫിയും തയ്യാറാക്കാം, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, അടിപൊളിയാണ്. നമുക്ക് നല്ല ഒരു ഉന്മേഷമൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും ഇത് കുടിക്കുക. അപ്പോൾ അതാണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ കോഫി പൗഡറില്ലേ അത് കുറച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചേർക്കാണ്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോട്ട് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഈവനിങ് ടൈമിലൊക്കെ ചുമ്മാതിരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.